ഹലോ, നമ്മൾ മലയാളികൾക്ക് നല്ല നാടൻ ചായപലഹാരങ്ങളോട് എന്നും ഇത്തിരി പ്രിയം കൂടുതലാണ്. എന്നാൽ പുതുമയാർന്നതും വ്യത്യസ്തവുമായ പലഹാരങ്ങളും നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. അപ്പോൾ പിന്നെ ഇത് രണ്ടും ചേർന്നൊരു കോമ്പിനേഷൻ ആയാലോ? സംഭവം അടിപൊളി. അതുപോലൊരു പുതുമയുള്ള നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പീച്ചാമ്പിടി നമുക്ക് പരിചിതമായിട്ടുള്ളൊരു പലഹാരമാണ്. എന്നാൽ മാങ്ങ കൊണ്ടുള്ളൊരു പീച്ചാമ്പിടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത നാടൻ മാമ്പഴം 2 എടുത്ത് തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല തേൻ മധുരമുള്ള മാമ്പഴം ആയതിനാൽ തന്നെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും പലഹാരത്തിലേക്ക് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത ശേഷം അതിലേക്ക് 2 പിഞ്ചുപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊന്നും ചേർക്കാത്തതിനാൽ തന്നെ നമുക്കിതിലേക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങാപ്പൾപ്പും നെയ്യും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു അയഞ്ഞ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ അല്പം പഞ്ചസാരയോ ശർക്കര നീരോ ചേർത്ത് കുഴച്ചെടുക്കാം. നന്നായിട്ട് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയോ നമുക്കിതിലേക്ക് വേണ്ട. പിന്നെ ഒരുപാട് നേരിട്ട് കുഴയ്ക്കുകയും ചെയ്യരുത്. അങ്ങനെ വന്നാൽ നമുക്ക് ഇത് കൈകൊണ്ട് പിടിച്ചാൽ കിട്ടാത്തൊരു പരുവത്തിലേക്ക് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി കയ്യിൽ വെളിച്ചെണ്ണയോ നെയ്യോ പുരട്ടിയ ശേഷം മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുട്ടി പീച്ചാമ്പിടിയുടെ ഷേപ്പിലാക്കിയെടുക്കാം. ഇത് ചെയ്തെടുക്കുന്ന നേരത്ത് നമുക്ക് സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി സ്റ്റീമറിന് മുകളിൽ ഒരു തട്ട് വെച്ച ശേഷം അതിലേക്ക് ഇതോരോന്നും നിരത്തിയിട്ട് ആവിയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ മാങ്ങ കൊണ്ടുള്ള പീച്ചാമ്പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്കോ ഇലയിലേക്കോ മാറ്റാം. ഈ മാമ്പഴക്കാലത്ത് മാങ്ങ കൊണ്ടുള്ള ഇങ്ങനെയൊരു പീച്ചാമ്പിടി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിൽ വേറെ മധുരമൊന്നും ചേർക്കാത്തതിനാൽ തന്നെ വളരെയധികം ഹെൽത്തിയാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.